ഓക്കെ ഗൈസ്, അപ്പൊ അവസാന FIA ഫാൻസിന്റെയും അതുപോലെ ടീംസിന്റെയും ഡ്രൈവേഴ്സിന്റെയും ഒക്കെ കരച്ചിൽ കേട്ടിട്ട് ഈ വർഷത്തെ റെഗുലേഷനിൽ കുറച്ച് ഇളവൊക്കെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ April 9 സ്റ്റേക്ക് ഹോൾഡേഴ്സും സ്പോൺസേഴ്സിനെ ഒക്കെ മീറ്റ് ചെയ്തിട്ട് ഈ ഒരു പുതിയ റെഗുലേഷനെ ആരും ഇനി തെറി വിളിക്കാതിരിക്കാൻ വേണ്ടിയും ഇതിനെ ഒന്ന് മുമ്പോട്ട് പോകേണ്ടത് കൊണ്ടും ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് മീറ്റിംഗ് ഒക്കെ വെക്കുന്നത് എങ്ങനെ ഈ വർഷത്തെ റേസസും ക്വാളിഫയേഴ്സ് ആണെങ്കിലും എങ്ങനെ അതിനെ എക്സൈറ്റിംഗ് ആക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഈ മീറ്റിംഗ് ഒക്കെ വെക്കുന്നത്. അതൊരു ടെമ്പററി സൊല്യൂഷൻ പോലെ. പക്ഷെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഒന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വരെ ഉള്ളായിരുന്ന ഒരു പവർ യൂണിറ്റിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, അതായത് MGO-H തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. MGO-H കാറിന് ഉണ്ടാകുന്ന എക്സസീവ് ഹീറ്റിനെയും ഇത് പവറായിട്ട് റീജനറേറ്റ് ചെയ്യുമായിരുന്നു. അതായിരുന്നു MGO-H ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം MGO-H എടുത്ത് കളഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഈ ഒരു പവർ യൂണിറ്റിന്റെ കേസിൽ വന്നേക്കുന്നത്. ഒന്നെങ്കിൽ FIA ആ ഒരു MGO-H തിരിച്ചു കൊണ്ടുവരിക. അത് തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ ആസ്റ്റൺ മാർട്ടിന്റെയും റെഡ് ബുള്ളിന്റെയും ബാക്കിയുള്ള ടീംസിന്റെ എല്ലാം ഒരുമാതിരി പവർ യൂണിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് FIA ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നത് തന്നെ കൂടുതലായിട്ട് ഇലക്ട്രിക്കിലേക്ക് മൂവ് ആയിട്ട് കൂടുതലായിട്ട് എഞ്ചിൻ മാനുഫാക്ചേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് നമുക്ക് കാണാനുള്ളത്. ഈ വർഷം ഈ പുതിയ റെഗുലേഷൻ വന്നപ്പോഴാണ് ഓഡിയും കാഡിലാക്കും ഫോർമുല 1 വന്നത്. അത് മാത്രമല്ല അടുത്ത വർഷം BYD ഫോർമുല 1 വരുന്നൊക്കെ റൂമറുണ്ട്. ഇനി എന്റെ രണ്ടാമത്തെ ഒരു ചിന്ത എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നിലവിലുള്ള ഒരു ബാറ്ററി ടെക്നോളജിയും ഇലക്ട്രോണിക് സെറ്റപ്പും അതെല്ലാം അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് എഞ്ചിന്റെ കാര്യത്തിൽ ചെറിയൊരു ടീക്കിംഗ് കൊണ്ടുവരാം. ഇപ്പൊ നിലവിലുള്ളത് 1.6 ലിറ്റർ V6 എഞ്ചിനാണ്. അതിന് പകരം നമുക്ക് 2.4 ലിറ്റർ V8 എഞ്ചിൻ തിരിച്ചു കൊണ്ടുവന്നൂടെ. അതായത് 2008 മുതൽ 2013 വരെ ഫോർമുല 1 ഉണ്ടായിരുന്ന ഒരു എഞ്ചിൻ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2008 തൊട്ട് 2013 വരെയുള്ള സമയത്ത് ഫോർമുല 1 V8 എഞ്ചിനാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ എന്തിനാണ് നമ്മൾ V8 നിന്ന് V6 പോയത്? കൂടുതലായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫ്യൂവൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എന്റെ ചിന്തയായിരുന്നു മീൻസ് ഇപ്പം എന്തായാലും നമ്മൾ ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫ്യൂലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം കൂടുതൽ പ്ലാനറ്റിനെ സേവ് ചെയ്യാനുള്ള പൊല്യൂഷൻ കുറയ്ക്കാനുള്ള പരിപാടിയിലേക്ക് എല്ലാവരും മൂവ് ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും ഈ മോട്ടോർ സ്പോർട്സും അതിലേക്ക് മൂവ് ആവുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഈ V8 തിരിച്ചു കൊണ്ടുവന്നുകൂടെ? പക്ഷേ ഈ രീതി പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള ഈ ഒരു റെഗുലേഷൻ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഫോർമുല 1 തന്നെയാണ് ഏറ്റവും വലിയ അടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ മാനുഫാക്ചറേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സ്പോൺസേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ ഫോർമുല 1 ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കും. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്യൂച്ചർ ഓഫ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഈസ് ബാറ്ററി. ഒട്ടുമിക്ക നമ്മുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ ഏത് ഓട്ടോമൊബൈൽസിലും ഇപ്പോൾ ബാറ്ററീസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ ഈ BYD ആണെങ്കിലും നമ്മുടെ നാട്ടില് കിയ ഉണ്ട്, അല്ലെങ്കിൽ ടാറ്റയുടെ EVs ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് എല്ലാ ഓട്ടോമൊബൈൽ ബ്രാൻഡ്സും ഇപ്പൊ EVs വരുന്നുണ്ട്. അപ്പൊ ഫോർമുല 1 എന്ന് പറയുന്നത് പിന്നാക്കൾ ഓഫ് മോട്ടോർ സ്പോർട്ട് ആണ്. അതായത് മോട്ടോർ സ്പോർട്ട് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി, ഏറ്റവും കൂടുതൽ പൈസ ഇറക്കി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു മോട്ടോർ സ്പോർട്ടാണ് ഫോർമുല 1. അപ്പൊ അതിലും ഇവർ ഇതുപോലെ അരിപ്പത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സ് എന്ത് വിശ്വസിച്ച് ഇതിനകത്തുകൊണ്ട് പൈസ ഇറക്കും. അപ്പൊ V8 ഏറ്റവും വലിയൊരു ഗുണം നമുക്കറിയാം. ഈ V8 ആയിരുന്ന സമയത്ത് അടിപൊളി എഞ്ചിൻ നോയ്സ് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു റേസ് കാണാൻ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നുകൂടാ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് FIAയുടെ ഭാഗത്ത് നിന്ന് ഈ V8 തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളൊരു റൂമർ വന്നത്.